മീൻ കണ്ടോ മീനുണ്ടോ മീനെ അടിച്ചടിച്ച് പേടിപ്പിക്കാൻ മീൻ അവിടെ തന്നെ താരും തൊട്ടടുത്തോട്ട് തന്നെ. ചിലത് അവിടെ തന്നെ താരുവാണെങ്കിൽ കിട്ടും. ചിലത് ദൂരോട്ട് മാറി ഓടിക്കളയും. മീൻ്റെ അന്നേരത്തെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. കിട്ടി അതെ, ഇവിടെ ഈ കാണുന്നൊരു പൊനം പോലെ കാണുന്നുണ്ടോ? ഇതൊരു ഞണ്ടിൻ്റെ പൊനമാണ് കേട്ടോ. ഞണ്ട് കയറി ഇതിനകത്ത് ഒളിച്ചിരിക്കുക. ഇതിനകത്ത് കൈയിടാന്നുണ്ടെങ്കിൽ ഞണ്ടിനെ കിട്ടും. നമ്മുടെ മീന് മീൻ തട്ടി കിട്ടിയേട്ടാ. മീന് ഇപ്പോഴേ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീൻപിടുത്തം കാണുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു മീൻപിടുത്തത്തിന് വിരലിപിടുത്തം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പണ്ട് പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന ഒരു തൊഴിലായിരുന്നു. ഇപ്പം കുറേ നാളുകൾക്ക് ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മീൻപിടുത്തം ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മീൻപിടുത്തത്തിന് നിയന്ത്രണം വന്നു. ഇപ്പം എന്തായാലും നമുക്കിത് നമ്മുടെ തോട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. അപ്പം നല്ലൊരു രസകരമായൊരു മീൻപിടുത്തമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആ മീൻപിടുത്തം വീഡിയോ അല്ല, ആ ഒരു മീൻപിടുത്തത്തിലേക്ക് പോകാം കേട്ടോ. നമ്മൾ കുരുത്തോല എടുക്കും കേട്ടോ. ഏറ്റവും മുകളിലത്തെ വെള്ളയുള്ള ഇത് വേണം എടുക്കാൻ. ഇത് വിരൽ ഇടാനുള്ള കുരുത്തലാണ്. അത് കയറി കെട്ടി വിരൽ ഇടാനാണ്. ഇതിൻ്റെ ഓല എടുക്കണം. എടുത്താണ് കയറിലേക്ക് കുരുക്കുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇങ്ങനെ കാണാം കുരുക്കുന്നതൊക്കെ. ഈർക്കൽ വേണ്ട. അതെ. അപ്പോൾ ഇതെല്ലാം നടുവിൽ കിടക്കുന്ന കണക്കൊന്നും ഇരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ചേട്ടൻ ഇരിയണ്ടല്ലോ, കണ്ടിച്ചെടുക്കാൻ പോരെ. ഇരിഞ്ഞെടുക്കണം. ഇതുപോലെ എന്താ കണ്ടിച്ചെടുത്ത് കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട്? അത് കണ്ടിച്ചപ്പോൾ പോയതല്ലേ. ഇങ്ങനെ ഓരോന്ന് ഇരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഇത് കിട്ടണം. ചെവിട് കിട്ടണം. കട്ടിക്കുമ്പോൾ നീളം കുറയും. നല്ല നീളം വേണം അല്ലേ? അപ്പോൾ ഇപ്പോഴും ഈ ഒരു തൊഴിൽ ഇപ്പോഴും ഉണ്ടോ ചേട്ടാ? ഇപ്പം ഇല്ല. നമ്മുടെ നാട്ടിലത് കാണാനില്ല. പല സ്ഥലങ്ങളിലും ഇത് കാണുമായിരിക്കും കേട്ടോ. പണ്ട് കാലത്ത് പരമ്പരാഗതമായിട്ട് ചെയ്തു വന്ന ഒരു തൊഴിൽ. അത് കുറേ ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ചേട്ടൻ ഈ ഒരു തൊഴിൽ ചെയ്യുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. കൂടെയുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ വേറെ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ഈ രീതി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു നിയന്ത്രണം വന്ന് കായലിൽ ഇത് ഇടാൻ പറ്റത്തില്ല അല്ലേ? അതെന്താ കായലിൽ ഇടാൻ പറ്റാത്തത്? മീനിൻ്റെ നശീകരണം. അപ്പോൾ അതുകൊണ്ട് ഫിഷറീസാണോ ഇതിൻ്റെ നിയന്ത്രണം? ആണോ? അപ്പോൾ അത് കാരണം നിയന്ത്രണം വന്ന കാരണം അതെന്താ അങ്ങനെ നിയന്ത്രണം വന്ന എന്താ? മീനിന്റെ ലഭ്യത കുറയും. മീൻ മുട്ടയിട്ട് നിന്നാൽ അതിനെ പിടിക്കുകയല്ലോ, അതുകൊണ്ടാണ്. അത് ശരി. അപ്പം നമ്മൾ ഈ കുരുത്തോലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നല്ലതുപോലെ റെഡിയാക്കി എടുത്ത് കേട്ടോ. അപ്പം ഇനി ഇത് ഈ കയറിനകത്തൊക്കെ നല്ലതുപോലെ ഒന്ന് കൊരുത്ത് വെക്കണം. അപ്പോൾ അതാണ് കയറിൻ്റെ ഇതെങ്ങനെ ഇത് പിരി ഇളക്കി അതിലേക്ക് കുരുത്തോല ഇറക്കി വെക്കും കേട്ടോ.
അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ വലയിടുന്നതും അതുപോലെ തന്നെ വല കോരുന്ന വീഡിയോയും രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റ് മീൻ പിടിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പണ്ട് കാലത്ത് ഇവരൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ മീൻ ഇതിനകത്ത് കൂരി, തേട് അങ്ങനെ കുറേ മീനുകൾ കിട്ടുമായിരുന്നു. അല്ലയായിരുന്നോ? സകല മീനും കിട്ടും. എല്ലാ സൈസും മീൻ കിട്ടുമായിരുന്നു ഇല്ലേ? ഈ ഓല കെട്ടുമ്പോൾ കാലിൻ്റെ അടുക്ക വരും മീൻ വരുമോ? എങ്ങനെ? വലിക്കും, രണ്ടുപേരും വലിക്കും. ഈ കയറിൻ്റെ അറ്റം. കുറേ വേറെ ചില സ്ഥലങ്ങളിലും കാണുമായിരിക്കും ഇതുപോലെ കായലും അതുപോലെ അരുവികളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മീൻപിടുത്തം കാണുമായിരിക്കും. ഇപ്പോൾ എല്ലായിടവും ഒന്നും കാണത്തില്ല, കാരണം ഈ നിയന്ത്രണം വന്നതുകൊണ്ട്. ഇതിപ്പം നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളത്തിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിലാകുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരും നിയന്ത്രണത്തിന് വരത്തില്ലല്ലോ, നമുക്ക് വേറെ അങ്ങ് ഇടാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സൈഡിലുള്ള അടുത്തുള്ള തോടുകൾ, നമ്മൾ വലയിടാൻ പോകുന്ന തോടുകളിലൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് വലിയ പ്രശ്നം വരുന്നില്ല, കാരണം വേറെ ആരും, എല്ലാവരും നമ്മളെപ്പോലെ മീൻ പിടിക്കുന്നവരല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ആ കുളങ്ങളിലൊക്കെ ഇടാം. ഇന്നിപ്പം നമ്മൾ തൽക്കാലം ഇപ്പം നമ്മുടെ ഈ ഇതൊക്കെ റെഡി ആക്കിയിട്ട് നമ്മുടെ കുളത്തിൽ തന്നെ ഇടാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 4-5 എത്ര വള്ളി കയറുണ്ടായിരുന്നു ചേട്ടാ? അപ്പോൾ നമ്മൾ ഇതിന് എടുത്തിരിക്കുന്നത് വെച്ചാൽ ചെറിയ വള്ളി കയറുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. 4 വള്ളി കയറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നിവർത്തി ഒരു സമയമാവും കേട്ടോ. ഏകദേശം ഇതെല്ലാം കുരുത്ത് വെക്കണ്ടായോ. ചില സ്ഥലങ്ങളിൽ ഇത് എന്തിൻ്റെ കൂടെ എന്നാലും ഒരു കമ്പ് വേണം ഇല്ലയോ? ഒരു ഏതായാലും ഒരു കമ്പ്, നല്ല വെള്ളയുള്ള ഒരു കമ്പ് കൂടി എടുക്കുന്നു. പണ്ട് ചേട്ടൻ ഇവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുരുത്തെടുക്കട്ടെ. ഇപ്പം കുരുത്ത് ആ രീതി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കണ്ടോ കുരുത്ത് ഇട്ടത്. അപ്പം ഇത്രയും സംഭവം കുരുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുരുത്തിടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുരുത്ത് റെഡിയാക്കി എടുക്കട്ടെ. ഏകദേശം ചേട്ടനത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കെട്ടാൻ ഒരു വള്ളി കയറൂടെ ഉണ്ട് ഇല്ലയോ? ഇനിയില്ല, ഒന്നല്ല. അപ്പോൾ അതിവിടെ നല്ലതുപോലെ ഒന്ന് വരിഞ്ഞ് കെട്ടണം. ഇപ്പം നമ്മളിപ്പോൾ 3 പേര് വേണം ഇത് ഇടണമെന്നുണ്ടെങ്കിൽ കേട്ടാ. 2 പേര് കാലെ പിടിച്ചുകൊണ്ട് പോകണം. കയറ് കാലെ കെട്ടിക്കൊണ്ട് നമ്മുടെ തള്ളവേലിൻ്റെ ഭാഗത്ത് കുരുത്ത് വെച്ചും കൊണ്ട് വേണം ഇതിറങ്ങിപ്പോകാം ഇല്ലയോ? അപ്പോഴാണ് അത് കെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഏകദേശം കുറേ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി കൂടെ കുരുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി കൂടെ കുരുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക്, എത്ര മണിക്കാണ് കേട്ടോ ഇടുന്നത്? ഇനി വേണ്ട ഒരു തിരുനാളോട്ടന്നെ ഇടൂ. അതുകൊണ്ട് ഒരു 2 വള്ളി കയറൂടെ കിടപ്പുണ്ട് കേട്ടോ. അതിനുള്ള കുരുത്തോലയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് ഇന്ന് വരിഞ്ഞെടുത്ത് റെഡിയാക്കട്ടെ. അതിപ്പോൾ നമ്മളിപ്പോൾ എത്ര 2 പേര് മതിയോ ചേട്ടാ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്? 2 പേര് മതിയോ? പുറകിൽ തപ്പാൻ ഒരാൾ വേണ്ടേ? അപ്പോഴേ നമ്മൾ നമ്മുടെ കുരുത്തോലയൊക്കെ കയറിനകത്ത് കുരുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇതുണ്ട്, ഇതേപോലെ കുരുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വിരളി റെഡി ആയിട്ടുണ്ട് കേട്ടോ, മീൻ പിടിക്കാനുള്ള വിരളി പിടുത്തമെന്നാണ് ഇതിന് പറയുന്നത്. അതെ, സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും 2 അറ്റമാണ് കേട്ടോ. 2 പേര് ഈ സാധനം പിടിച്ച് മുന്നിലോട്ട് നടക്കും. ഏറ്റവും സെൻട്രലൊരു ഇത് കെട്ടിയേക്കുന്നുണ്ടോ, അതിൽ അവിടെ ഒരാൾ ഇത് ബാക്കിലും പിടിക്കും കേട്ടോ. മൂന്നാമതൊരാൾ 3 പേരാണ് ഇതിന് മൊത്തം വേണ്ടത്. ഇത് വളരെ പണ്ടുകാലം മുതലുള്ള ഒരു മീൻപിടുത്ത രീതിയാണ്. ഇപ്പോൾ ഇതിനകത്ത് മീൻ കിട്ടില്ല എന്നുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. അച്ഛൻ പറയുന്നത് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങളെ കാണിച്ചു തരാം അല്ലേ? അപ്പോൾ ഇത് വലിച്ച് മുന്നോട്ട് പോകുമ്പോൾ മീനുകളൊക്കെ ഈ 2ൻ്റെ വെട്ടം കണ്ടിട്ട് നടുക്കിലേക്ക് വന്ന്
താരും. കാലിൻ്റെ അടുക്കൽ വന്ന് താരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തപ്പി പിടിക്കും. കറയുന്നല്ല, അങ്ങനെയാണ്. അങ്ങനെയാണ് ഒരുപാട് കാലം നമ്മൾ മീൻ പിടിച്ചിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, പണ്ട് കാലത്ത്. ചേട്ടനൊക്കെ പണ്ട് കുറേ സമയം മണലിവാരില്ലാത്ത സമയങ്ങളിൽ ഈ സമരവും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതുപോലെ പോകും. ഒരു 3-4 പേര് കൂടി ഒരു ചെറിയ വള്ളത്തിൽ പോകുമായിരുന്നു. ഇപ്പോൾ അവരാരും പോകുന്നില്ല. അതിൽ 1-2 പേരൊക്കെ മരിച്ചു പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ അങ്ങനെ വിടുന്നില്ല. കൂട്ടത്തിൽ 2-3 പേരുണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വളരെ രസകരമായൊരു മീൻപിടുത്തം. മീൻപിടുത്തം ക്യാമറ പിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് ഉള്ളതുപോലെ നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇനിയുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് പോയങ്ങിറങ്ങാം. സമയം കളയണ്ട. ഏറ്റവും ആവുന്നതിനും ഇറങ്ങിയെങ്കിലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏറ്റവും ആവാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റമൊക്കെ മാറിക്കൊണ്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഏറ്റവും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇറക്കത്തിൽ നമുക്ക് കൊണ്ടിടാം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിൽ ചേട്ടൻ കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. നീ ഒത്ത നറുകൂടെ പോണേ, ആ കുറ്റി കേട്ടോ, ഒത്ത നറുകൂടെ പോ. ഞാനിത് വാലിയോ ഇവിടെ അരിലോട്ട് ഇരുന്നു, ഇങ്ങോട്ട് ഇരുന്നു, മേലോട്ടോ. നീ അരിയിൽ കൂടെ പോയായിരുന്നു. അതിൻ്റെ തലപ്പായിട്ട് ഞാൻ പോയാൽ മതിയല്ലേ. ഞാൻ വിട്ടുവിട്ടാൽ വലിഞ്ഞ് വന്നോളൂ. അച്ഛൻ പിടിച്ചേക്കല്ലോ. തലപ്പ് കാണുന്നില്ല. അങ്ങനെ പോകാമെന്ന് ഉറപ്പ് പോകുന്നു. നീ ആ തൂക്ക് പൊടക്കട്ടോ. കുറ്റിക്കകത്തൂടെ പുറത്തൂടെ പോട്ടു. പുറത്തൂടോ? ഞാൻ ഊരിക്കോളാം. വലിയ പിടുത്തം പിടിക്കരുത്. ഞാൻ പറയുമ്പോഴേ പിടിക്കാവൂ. വേറെ കൊള്ളത്തില്ല. ഇവിടെ മീൻ വന്ന് അടിച്ചിട്ട് പോയോ? അല്ല, ഇത് പൊക്കി കാണിക്കുമ്പോൾ ക്യാമറ ഇതുണ്ടോ? ഞങ്ങളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. മീൻ വന്ന് അടിയുന്നു ഇവിടെ കേട്ടോ. പോട്ടെ, വലിയ ടവളുള്ള വലിയ അപ്പൊ എൻ്റെ ഭാഗം താത്ത് പിടിക്കണം കേട്ടോ. അങ്ങനെ താത്ത് പിടിച്ചാൽ മതി. വലിച്ചേ, ഒരേപോലെ വലിക്കണം. നിൽക്കാൻ പറഞ്ഞാൽ നേരെ പോയാൽ വലിച്ചു പിടിച്ചാൽ പോയാൽ അച്ഛൻ പിടിച്ചോണ്ട് വരില്ലേ? അങ്ങനെ ഇരിക്കട്ടെ. വിളിച്ചെങ്കിൽ വെളിച്ചമില്ല, വെളിച്ചമില്ല. നീ ഉള്ളോട്ട് മാറി, ഇങ്ങോട്ട് മാറി. നോക്ക്, അച്ഛൻ വലിച്ചു പടിഞ്ഞാറോട്ട് പോയി കാണും. വലിച്ചോ അങ്ങോട്ട്. അപ്പോൾ ഇതുപോലുള്ള കുരുത്തോല ഇങ്ങനെ കിടക്കുമ്പോൾ മീൻ ഇങ്ങനെ ചാടും കേട്ടോ. നമ്മളിങ്ങനെ ഇട്ടപ്പോൾ തന്നെ ഇഷ്ടംപോലെ മീൻ ഇങ്ങനെ ചാടി. കിട്ടിയോ? വലിച്ചോ വലിച്ചോ. ചിലപ്പോൾ അത് അവിടുന്ന് മീൻ തപ്പി തപ്പി വരും കേട്ടോ. ഇതിൻ്റെ അറ്റത്ത് മീൻ പോയിട്ട് താരും. ഇതുപോലെ കുരുത്തോല വെട്ടം കണ്ട് പിന്നെ നമ്മുടെ കാലിൻ്റെ പാദത്തിലെ വെള്ളമല്ലേ, അതുകൂടെ കാണുമ്പോൾ മീൻ ചാടുമല്ല, ചെളിക്കകത്ത് പുതഞ്ഞിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് മീൻ ചാടി കേട്ടോ.
ഇതുവരെ അച്ഛനെ വെള്ളത്തിന് തെളിച്ചമില്ല, ഭയങ്കര കലക്കൽ. അത് കാരണം മീനെ കാണാൻ പറ്റില്ല. ഇത് വെള്ളത്തിനടിയിൽ പോയിട്ട് മീനെ നോക്കി വെള്ളത്തിനടിയിൽ പോയിട്ട് മീനെ നോക്കിയാണ് പിടിക്കുന്നത്. അച്ഛൻ്റെ കാലയിൽ കൊരുത്ത് വെച്ചിരിക്കും ഈ കയറേ. മുങ്ങുന്നുണ്ടോ? മുങ്ങി 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 തപ്പുവാണ്. പോരായ്മയെന്ന് പറഞ്ഞാൽ ഒരാൾ കൂടി വേണമായിരുന്നു. അതെ, ഒരാളും കൂടെ വേണമായിരുന്നു. ഇങ്ങനെ ഇന്നത് ചെയ്യുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്ന് തന്നെ ശ്രീകുട്ടനെ ഇവിടെ വരുത്തിച്ചേനെ. അവനായിരുന്നു ഇതിന് പറ്റിയ ആള്. അതെ, വലിച്ചോ, വലിയ വീഴുന്നതനുസരിച്ച്. ഇങ്ങോട്ട് വരുന്തോറും മീനുകളെ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അമ്മ ആ സൈഡിൽ അതേ കണക്ക് തന്നെ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വലിയ വരുന്നതനുസരിച്ച് മറ്റേ ചെറിയ പള്ളത്തികളൊക്കെ കിട്ടുന്നത്. താത്ത് പിടിച്ചോ കേട്ടോ പരമാവധി. നമ്മുടെ കാലേ വേണം ഇതിൻ്റെ കേട്ടോ. കാലിൽ വെച്ച് കെട്ടണമെന്ന് ചോദിച്ചേ. ആണോ? കാലേ കെട്ടണോ? വേണ്ട, ഞാൻ കാലേ കെട്ടി. ഇപ്പൊ താഴെ കിടക്കുമല്ലോ. ഇച്ചിരി മുകളിലോട്ട് മുട്ടിൻ്റെ അവിടെ വരെ അതാ കയറ്റിയിട്ടിരുന്നായി. കാലേ കയറ്റിയിട്ട് അന്നേരം കൈ അടിക്കത്തില്ല. ആദ്യം കുറേ മീൻ ചാടി, പക്ഷേ അല്ലേ ചെറിയ പള്ളത്തിയൊക്കെ വീഴുന്നു കേട്ടോ. കലക്കലായണ്ടേ കൂടുതലായിട്ടൊന്നും കാണാനും പറ്റുന്നില്ല അച്ഛന്. അതെ, വള്ളത്തികളാണ് വീഴുന്നത് കേട്ടോ. അമ്മ സൈഡ് കയറുന്നു. അത് ഉള്ളിലോട്ട് കയറ്റി വിടമ്മ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചാടും മീൻ കേട്ടോ. ഈ സൈഡിൽ മീൻ ഉണ്ടായോണ്ട് നമ്മളങ്ങനെ വലിഞ്ഞ് പുറകോട്ട് പോകട്ടെ. അതാണ്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ സാധനം. അമ്മ സൈഡ് കയറുന്നു പോ, മീൻ സൈഡിലേക്ക് പോകല്ലെങ്കിൽ. ഇതുവരെ കരിമീനൊന്നും വീണിട്ടില്ല കേട്ടോ. ചാടി മീനൊക്കെ ചാടി, പക്ഷേ അതിൽ ചാടി മീൻ. നല്ല രസമുള്ളൊരു മീൻ എടുത്തല്ലേ 3 പേര് കൂടിയാകുമ്പോഴേ. ഈ കിട്ടിയാലും ഇല്ലല്ലോ ഇല്ലയോ? ആരും ഇതുവരെ കണ്ടു കാണത്തില്ല ഈ ഒരു മീൻ. അച്ഛൻ്റെ ഒരു മീൻ പോയി അവിടെ, കയ്യിൽ നിന്ന് പോയി മീനേട്ടോ. മീൻ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ചെളി താരുന്ന മീന് അച്ഛൻ അടിക്കുന്നുണ്ടോ? അത് പിടിക്കും. അത് മീനെ അടിച്ചടിച്ച് പേടിപ്പിക്കാൻ മീൻ അവിടെ തന്നെ താരും, തൊട്ടടുത്തോട്ട് തന്നെ. ചിലത് അവിടെ തന്നെ താരുവാണെങ്കിൽ കിട്ടും. ചിലത് ദൂരോട്ട് മാറി ഓടിക്കളയും. മീൻ്റെ അന്നേരത്തെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. കിട്ടി അവനെ പിടിച്ച്. ഞാൻ പറഞ്ഞില്ലേ പിടിക്കുമെന്ന് പറഞ്ഞില്ലേ, പിടിച്ച്. ഭയങ്കര വെറൈറ്റി മീൻ പിടുത്ത ഉണ്ടോ? കായലിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, കായലിൽ ചെറുപറ മീനായിരിക്കും. ഇപ്പം നമ്മുടെ വന്നിട്ടുണ്ട്. കരിമീൻ മാത്രമല്ല, തേട്, പിന്നെ ഈ വലിയ സിലോപ്പിയ, അതെ, പിന്നെ
ഹമൂറെന്ന് പറയാൻ എന്തോ അതാ വെള്ളത്തിൽ അച്ഛൻ വളരെ രസകരമായിട്ട് ആ മീനെ അടിച്ച് അതെ അത് അടിച്ച് പേടിപ്പിച്ചതിനെ പേടിച്ചിട്ട് പിടിച്ചതിനെ അതാണ് ആ മീൻപിടുത്തത്തിൻ്റെ ആ രസകരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ആ മീനെ അടിച്ച് പേടിപ്പിച്ച് ആ ദൂരേക്ക് അമ്മ ഞാൻ എന്നാ മതിയോ നമ്മൾ ദൂരെ നിൽക്കണം എന്നാലേ മീൻ വരത്തോളൂ. മീൻ വെട്ടം കണ്ടിട്ട് ഓടി വന്നിട്ട് അവിടെ താരതോ എന്തോ ചെറിയ വെള്ളത്തിൽ കിട്ടിയ എല്ലാ മീനും കിട്ടും. അതെ എല്ലാ മീനും വന്ന് താരും. അമ്മ ഇവിടെ നിന്ന് അനക്കി മീനെ ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് ഓടി ഫുള്ള് കവർ ചെയ്യാനോ? ഫുള്ളും കയറട്ടെ സൈഡ്. എനിക്കുള്ള ഭാഗം വലിഞ്ഞോ? നമ്മൾ ഈ സാധനം വലിഞ്ഞ് നിൽക്കണം എന്നാൽ മാത്രമേ മീനെ പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ സാധനം എന്താണ്ട് വിരളി കിടക്കുന്ന വിരളി ഇങ്ങനെ കൊരുത്തേലാണെങ്കിൽ ഇങ്ങനെ കൊരുത്തിട്ടേക്കുക. നമ്മളവിടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. അതാണ് നിങ്ങളെ ഇങ്ങനെയുള്ള രസകരമായ മീൻപിടുത്തം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണല്ലേ. വലയും വേണ്ട ഒന്നും വേണ്ട. ഏതെല്ലാം തരത്തിലെ മീൻ അതെ ഇതിനകത്തിപ്പോൾ ഒരു മീൻ കിട്ടിയാലും അത് വലിയ നേട്ടം. കാരണം നമ്മുടെ കൊണ്ടത്തിലാണ്ട് ഇത് കായലിലാണ് ഇത് സാധാരണ ഇടുന്നത്. അവിടെ മീൻ ചാടുന്നത് അമ്മയടുത്ത്. വരുന്നതനുസരിച്ച് വലിച്ചെടുത്താൽ മതി. മോനെ വലിച്ചെടുത്ത് കാലിനെടുക്കത്തന്നെ ഇട്ടായിരുന്നു. ആ ഇട്ടേക്കിട്ടേക്കാം. മീൻ അടിക്കുന്നോന്ന് ഇവിടെ മീൻ വരും. ഇനി വരുമ്പോഴത്തേന് കുറച്ച് മീൻ കിട്ടും. തപ്പി വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. ആ കുഴപ്പമില്ല പിടിച്ചോളാം. മീൻ കണ്ടോ മീൻ കണ്ടോ വളരെ രസകരമായ മീൻപിടുത്തമാണ്. നിങ്ങൾ അവസാനം വരെ കാണുക. ആരും പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോകരുത്. മൊത്തത്തിൽ ഫുൾ വീഡിയോയും കാണണം. കൊഞ്ചൊക്കെ ചാടുന്നു കേട്ടോ അല്ലേ? കൊഞ്ച് പൊടിമീനൊക്കെ ചാടും. ഇത് നമുക്ക് ഇവിടെ തോട് പെട്ടെന്ന് കലങ്ങുന്ന കാരണം നമ്മുടെ അപ്പുറത്തെ തോട്ടിലിട്ടാലുണ്ടല്ലേ കലക്കലുണ്ടാകത്തില്ല. കാരണം അവിടെ ഒഴുക്കുണ്ട്. പിന്നെ ചെളിയില്ല, മണലും കൂടെ ചേർന്നില്ലയോ. അപ്പൊ അതുകൊണ്ട് ഇത്രയും കലക്കൽ വരത്തില്ല. കായലിൽ അധികം ചെളി ഉണ്ടെങ്കിലേ പെട്ടെന്ന് തെളിഞ്ഞു കയറുമല്ലോ. ഇത് വേറെ ഒരു എക്സ്പെരിമെന്റ് വേണ്ടി ചെയ്തേട്ടോ സംഭവം. ഇത് നമുക്ക് ലൂസായി കിടക്കാം. വലിക്കമ്മ. ആ നമുക്ക് പുറത്തെ കായലിലൊന്നും ഇപ്പോൾ ഈ ഒരു മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ നിരോധിച്ചിരിക്കും ഈ മീൻ പിടുത്തം. അപ്പോൾ ഇതിനെന്ത് പ്രശ്നമാണെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും. സംഭവം വെച്ചാൽ കായലിലൊക്കെ മീനുകൾ മുട്ടയിടുന്നത് കായലിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ള മീനുകളൊക്കെ പിടിച്ച് മാറ്റുമ്പോൾ എനിക്ക് മീനിൻ്റെ ലഭ്യത കുറയും പിന്നീടുള്ള വർഷങ്ങളിൽ. മീൻ തട്ടിപ്പോയി, കൈ തട്ടിയിട്ട് പോയി. അപ്പം മീനെ അടിച്ചടിച്ച് അതിനെ ഒതുക്കും, ഒരു സൈഡിലോട്ട് ഒതുക്കും. അത് കൈ കൊണ്ട് അതിനെ തപ്പി പിടിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമ്മുടെ യൂണിയൻ കടവിലായിരുന്നു ചേട്ടന് ജോലി. യൂണിയൻ കടവിലെന്ന് വെച്ചാൽ മണലുമായിരുന്നു. അപ്പോൾ ആ മണൽ ഒരു 10-15 വർഷത്തിന് മുമ്പ് അത് നിരോധിച്ചല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ ഇതുപോലെ മീൻ പിടിക്കാൻ പോകുന്നു, വിരലിടാൻ പോകും. പോയി 1 മണിയാകുമ്പോഴത്തേക്ക് വരും. ഇഷ്ടം പോലെ മീനുമായിട്ട് കൊണ്ടുപോകുന്ന കൊട്ട നിറച്ച് മീനുമായിട്ടാണ് വരുന്നത്. അതെ, കൊണ്ടുപോകുന്ന കൊട്ട നിറച്ച് മീനുമായിട്ട് വരുന്നത് പണ്ട്. ഇപ്പോൾ ഇതേ പറഞ്ഞാൽ നമ്മുടെ കുളത്തിൽ മീനിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ
കലയും കിടക്കുന്നുണ്ടായിരിക്കും. പുറത്തിട്ടാലോ? പുറത്ത് പിടിച്ചാൽ അടിപൊളിയായിരിക്കില്ലേ? ഇത് ഒരു എക്സ്പീരിയൻറ്റുമായിട്ട് മാത്രം നമ്മളിപ്പോൾ നമ്മുടെ കള്ളത്തിയിട്ട് നോക്കി. നമ്മൾ ഈ കാട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക അടുത്ത വിരൽ പിടിക്കും കേട്ടോ. അമ്മ ആ സൈഡിൽ കൂടെ പിടിക്കുന്നുണ്ട്, ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ. ഓ കരിമീൻ ഓടുന്നു. ഓ ചറവറ ഓടുന്നു. ഇവിടെയൊക്കെ നല്ല കാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാലേ കെട്ടിയിരിക്കുക, കയറ് കാലേ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുക. ഈ പിടുത്തത്തിൽ എന്തെങ്കിലും കിട്ടും. വീണ്ടും തപ്പി വരുന്നുണ്ട് അവിടുന്ന്. വലിച്ചു പോവാ. അരിയല്ലേ? അതെ, ഇവിടെ ഈ കാണുന്നൊരു പൊനം പോലെ കാണുന്നുണ്ടോ? ഇതൊരു ഞണ്ടിൻ്റെ പൊനമാണ് കേട്ടോ. ഞണ്ട് കയറി ഇതിനകത്ത് ഒളിച്ചിരിക്കുക. ഇതിനകത്ത് കൈയിടാന്നുണ്ടെങ്കിൽ ഞണ്ടിനെ കിട്ടും. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പിന്നെ തോർത്തുണ്ടായിരുന്നേ കൈയിട്ട് നോക്കാമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കയറത്തില്ല. നമ്മുടെ വില ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും അവിടെ ഇങ്ങനെ തപ്പി തപ്പി വരുവാണ് കേട്ടോ. അമ്മത് എവിടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. എൻ്റെ ഭാഗം എവിടെയോ ഒന്ന് ഉടക്കി കേട്ടോ. ആണോ? അത് കുഴപ്പമില്ല, അച്ഛൻ വലിച്ചോണ്ട് വന്നോളൂ. അവിടെ അല്ലേ ദേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു മീൻ മുട്ടയാണ് കേട്ടോ. നമ്മുടെ പള്ളത്തി എന്ന് പറയുന്ന മീൻ മുട്ടയിട്ട് വെച്ചേക്കുക. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പള്ളത്തി ഇവിടെ എല്ലാം ഓടിയപ്പോൾ ഇവിടെ പള്ളത്തി ഇരിക്കുന്നുണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അവനടുത്ത് ഓടിയെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളെ ഞാൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. വേണ്ടേ കണ്ടോ, ഓടുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? ഇവിടെ എല്ലാം പള്ളത്തി ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. പള്ളത്തി രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ സേഫായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കലക്കൽ ഇങ്ങനെ കലക്കി വിടും. അപ്പോൾ കലക്കില്ലാമാരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടും. കണ്ടോ ഒരു പള്ളത്തി ഉണ്ടോ? പള്ളത്തി സാർ അതിനെ വിടുക. കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റും. കണ്ടോ നമ്മളല്ലേ കോരിയത്. ഭീകരമായ മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെയിൻ തോട്ടിലൊന്നും ഇട്ട് നോക്കാറില്ലേ?
ഓ കരിമീൻ മറക്കുന്ന മണം അല്ലേ? വെൽഫാമിലധികം കരിമീൻ മറക്കുന്ന മണം. തൊട്ടപ്പുറത്ത് റിസോർട്ടുണ്ട്, അവിടെ കരിമീൻ മറക്കുന്ന കേട്ടോ, അതിൻ്റെ മണം അടിക്കുന്നു. അതെ നാളെ എന്തോ അല്ല ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇതുവഴി ഇങ്ങോട്ട് വരുന്നവരുണ്ടല്ലോ മീനുകൾ ഇവിടെ പാഞ്ഞു നടക്കും കേട്ടോ ഈ സാധനം കണ്ടിട്ട്. നമ്മൾ വല പിടിച്ച് വിരൽ പിടിച്ച് ഇവിടെ എത്തിയേട്ടോ. എന്താ വെച്ചാലേ വെള്ളത്തിൽ നീരിറങ്ങിയിട്ട് കലക്കലാണ്, അപ്പോൾ മീനിത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കലക്കലായതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മീൻ കിട്ടാത്തതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. സത്യമാണത്. കാരണം നമ്മൾ വലയായിട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചാട്ടമായിരുന്നു മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അപ്പോൾ തെളിച്ചമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങി നടന്ന് ആ കലക്കലായി കഴിഞ്ഞപ്പോഴേ ഇവിടെ അടുപ്പിച്ചായി. അവിടേക്ക് അച്ഛനെന്തോ കാര്യമായിട്ട് അടിച്ച് കലക്കുന്നുണ്ട്. ഓ ദോ മീനാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മീൻ വന്ന് ചാടുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും തടയുന്നില്ല അച്ഛന്. അത് പോയി, അടിയുടെ പവർ കുറഞ്ഞ്. അവിടെ തന്നെ തപ്പി നോക്കാം കേട്ടോ. ആ ഭാഗത്ത് എവിടെയെങ്കിലും മീൻ താന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുകൊണ്ടാണ് അവിടെ തന്നെ തപ്പുന്നത്. ബാക്കിലൂടെ തിരിഞ്ഞപ്പോൾ അമ്മ ഈ അവിടെ കെട്ടിയിടാമോ? കെട്ടിയിടാൻ പറ്റത്തില്ലല്ലേ? ഞാൻ അമ്മ തപ്പി നോക്കാമല്ലോ. കിട്ടി, എന്തോ ചെറിയ വെള്ളത്തിൽ കിട്ടി. അവിടെ നോക്ക്. ചാടാൻ തിരിഞ്ഞപ്പോൾ കേട്ടോ എന്തോ കാര്യമായിട്ട് തടയുമെന്ന് തോന്നുന്നു. വല വിട്ടുവിട്ട് വിട്ടുവിടും. ആ സിലോപ്പ പൊരിഞ്ച് വീണില്ല, അടുത്തില്ലല്ലോ. ആ ഞാൻ കണ്ടിട്ടില്ല സിലോപ്പിയെ. കരിമീനോ? അതവിടെ എല്ലാം വെക്ക്. ഉണ്ടോ? അയ്യോ പോയി, ഒത്തിരി മീനുണ്ടായിരുന്നു ഒന്നതിൽ. പോയില്ല. എല്ലാവരും ഈ കുഴലിനകത്തൊക്കെ ചാടി കയറി കാണും കേട്ടോ. പോയി. ചാടി പോന്നു ചേട്ടാ. അവിടെ ഒരു കുഴലും ഉണ്ടെന്നേ, അവിടെ സൈഡിലാക്കി കേട്ടോ. അപ്പം അങ്ങനെ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ മീനാണോ ഏട്ടാ? അത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു കേട്ടോ, അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു. നമ്മുടെ കണ്ടത്തിൽ പൈപ്പുകൾ കിടക്കുന്നതുകൊണ്ടേ പൊക്കി പിടിച്ചൊക്കെ കാണാം. ആ
ആ ഇങ്ങോട്ടൊക്കെ ഒരുപാട് പൈപ്പ് കിടക്കുന്നില്ല, അതൊന്നും എടുത്തില്ലല്ലോ നമ്മള്. പൈപ്പിനകത്ത് കയറി കാണാം കേട്ടോ. പൈപ്പെല്ലാം പൊക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വിരലിയൊക്കെ പിടിച്ച് മീനുമൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇതുണ്ടോ നമ്മുടെ മീന്, വിരലി ഇത് മീൻ തട്ടി കിട്ടിയേട്ടാ. കൂടൊക്കെ മീന്. അപ്പോൾ നമ്മുടെ അവിടെ കുറേ കവർ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മരത്തിൽ പെരക്കായിട്ട് കയറി നമ്മുടെ വേസ്റ്റ് പറക്കി വെച്ചിരുന്നതിനകത്ത് മൊത്തം വെള്ളം കയറി. യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു മീൻ പിടുത്തം. നമ്മുടെ കണ്ടത്തിലെ തെളിച്ചക്കുറവുണ്ടോ മീൻ കിട്ടാഞ്ഞത് കേട്ടോ. കറിക്കുള്ള നല്ലൊരു കറിക്കുള്ള അത്യാവശ്യം നമുക്ക് 2 ദിവസത്തേക്കുള്ള കറിക്കുള്ള മീനുണ്ട്. ഇത് നമുക്ക് ഒരുപാടങ്ങ് വേണ്ടല്ലോ ഇല്ലേ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷമുള്ള വിരലി പിടുത്തം? കൊള്ളായിരുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷമുള്ള വിരലി പിടുത്തം ഇല്ലയോ? അതെ, 35 വർഷമല്ല, 30 വർഷമായി കാണത്തുള്ളൂ. ചേട്ടാ മണൽവാരി നിർത്തിയതിന് ശേഷം ഇല്ലയോ ചേട്ടാ? എനിക്ക് ഓർമ്മയുണ്ടല്ലോ. മണൽവാരി നിർത്തി. അതെ, 35 വർഷം. അതിനിപ്പോൾ ചേട്ടൻ വിരലി പിടിക്കാൻ പോവായിരുന്നോ? ആണോ? അത് കഴിഞ്ഞ് ഞാൻ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാ. അതെ, വെള്ളത്തിന് തെളിച്ചം വേണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. കാരണം തെളിഞ്ഞിരുന്നാലും മീനെ അടിയിൽ പോയി കാണാൻ പറ്റുള്ളൂ. മീനെ പോയി കണ്ണുറന്നല്ലേ കണ്ടുപിടിക്കുന്നത്, അല്ലാതെ അല്ലല്ലോ. തെളിച്ചമില്ല മീൻ കിട്ടത്തില്ല, മീൻ അടുക്കത്തില്ല തെളിച്ചില്ലെങ്കിൽ. അപ്പം എന്തായാലും ഇതിൽ നിന്ന് നമുക്കടുത്ത് കറിയൊക്കെ വയ്ക്കാം കേട്ടോ. അതെ, ഇടയ്ക്കുന്ന മീൻ ഒരെണ്ണേ ഉള്ളൂ വലുത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു 3-4 എണ്ണം എടുത്ത് ഒന്ന് കറിയാക്കി വറക്കുകയൊക്കെ ചേരിയോ. ഇപ്പോൾ എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നു. രാവിലെ അവിയലും മോരും ഒക്കെ ആക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ലിജി അപ്പുറം കൊണ്ട് വിശക്കുന്നു. ഇനിയിപ്പോൾ ഈ സാധനം നമ്മുടെ വിരലി എടുത്ത് സൂക്ഷിച്ച് വെക്കട്ടെ. അടുത്ത ഞായറാഴ്ച നമുക്ക് ഇതുപോലെ നമ്മുടെ കണ്ടത്തിലൊന്നും ഇടാം ഇല്ലയോ? ഇടാൻ പറ്റും. ഇത് വാടിപ്പോയിരിക്കാൻ വേണ്ടിയ ചാക്കിനകത്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം. നമ്മുടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കേട്ടോ. വേറെ പുതിയ രീതിയിലുള്ള മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.